നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തിരുവോണനാളിൽ ദേവന് സമർപ്പിക്കുന്ന ആചാരപരമായ വില്ലാണ് ഓണവില്ല്. തിരുവനന്തപുരത്തെ കരമനയിലെ വിളയിൽ വീട് കുടുംബത്തിലെ പരമ്പരാഗത കരകൗശല വിദഗ്ധരാണ് ഈ വില്ല് നിർമ്മിക്കുന്നത്. അവർ ഓണവില്ല് കുടുംബം എന്നറിയപ്പെടുന്നു. ക്ഷേത്രം ആരംഭിച്ചപ്പോഴാണ് ഈ പാരമ്പര്യം തുടങ്ങിവെച്ചത്. ഓണം ഉത്സവ സീസണിലെ വാർഷിക ആചാരങ്ങളുടെ ഭാഗമായാണ് ഓണവില്ല് നിർമ്മിച്ചിരുന്നത്. വില്ല് നിർമ്മിച്ച കുടുംബാംഗങ്ങൾ ക്ഷേത്ര മേധാവികളും മുഖ്യ വാസ്തുശില്പികളുമായിരുന്നു. 1731 മാർത്താണ്ഡവർമ്മ ക്ഷേത്രം പുതുക്കി പണിതപ്പോൾ വിളയിൽ വീട് കുടുംബത്തിലെ അനന്തപത്മനാഭൻ മൂത്താചാരി ക്ഷേത്ര മേധാവിയായിരുന്നു. വില്ല് സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ്. ഇരുവശത്തും നേർത്തു വരുന്ന വീതിയുള്ള ഒരു മരകഷ്ണമാണ് വില്ല്. അനന്തശയനം, ദശാവതാരം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ലീല തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ചിരിക്കുന്ന വില്ലുകളും ശാസ്താവിനും ഗണപതിക്കും വേണ്ടിയുള്ള ശാസ്താവ്, വിനായകം എന്നീ വില്ലുകളും ഈ വില്ലുകളുടെ കൂട്ടത്തിലുണ്ട്. ഓരോന്നിലും 2 വീതം 12 വില്ലുകൾ സമർപ്പിക്കുന്നു. വില്ലിന്റെ നിർമ്മാണത്തിന് 41 ദിവസം എടുക്കും. കടമ്പ്, മഹാഗണി എന്നിവ ഉപയോഗിച്ച് ചില പ്രത്യേകതകൾക്ക് അനുസൃതമായി ഇവ നിർമ്മിക്കുന്നു. മരത്തിന്റെ ഇരുവശത്തും ആദ്യം മഞ്ഞയും പിന്നീട് ഒരു വശത്ത് ചുവപ്പ് നിറത്തിൽ വരയ്ക്കുന്നു. അതിനുശേഷം ചുവപ്പ്, വെള്ള, കറുപ്പ്, മഞ്ഞ, പച്ച, നീല, ഓറഞ്ച് എന്നീ പ്രകൃതിദത്ത ചായങ്ങൾ ഉപയോഗിച്ച് കെട്ടുകഥകളുടെ ചിത്രീകരണം മിനിയേച്ചറിൽ വരച്ചെടുക്കുന്നു. ചുവന്ന ടാസലുകൾ അഥവാ തൊങ്ങലുകൾ കൊണ്ട് ഇതിന് അന്തിമ മിനുക്കുപണികൾ നൽകുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ദേവന് കരകൗശല വിദഗ്ധർ 6 ജോഡി വില്ലുകൾ സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ 3 ദിവസത്തെ പൂജയ്ക്ക് ശേഷം ഒരു വർഷത്തേക്ക് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ വില്ല് സൂക്ഷിക്കുന്ന ഒരു ആചാരമുണ്ട്. ഓണവില്ലിന് ഒരു ഐതിഹ്യമുണ്ട്. അതിങ്ങനെയാണ്: മഹാബലി രാജാവിനെ വാമനൻ ഭൂമിയിലേക്ക് തള്ളിയിടുമ്പോൾ ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാ വർഷവും തന്റെ ജന്മദേശം സന്ദർശിക്കാനും ഭഗവാൻ വിഷ്ണുവിനെ കാണാനും അനുവദിക്കണമെന്ന് മഹാബലി രാജാവ് ആവശ്യപ്പെട്ടു. ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിന് വരം നൽകി. പക്ഷേ രാജാവിന് തന്നെയും തന്റെ അവതാരങ്ങളെയും വരച്ച ചിത്രങ്ങളായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് പറഞ്ഞു. കടമ്പ് മരകഷ്ണങ്ങളിൽ ദശാവതാരത്തിന്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ ഭഗവാൻ വിശ്വകർമാവിന് കൽപ്പന ലഭിച്ചു. മഹാബലി രാജാവിന് കാണാൻ എല്ലാ വർഷവും പ്രദർശിപ്പിക്കുന്ന ഓണവില്ലിന്റെ ഉത്ഭവം ഇങ്ങനെയായിരുന്നു. 7 തലമുറകളായി ഈ കുടുംബം ഓണവില്ലുണ്ടാക്കുന്നു.